ശബരിമലയിൽ മണ്ഡലകാലത്ത് വരുമാനവും തീർത്ഥാടകരുടെ എണ്ണവും കുത്തനെ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 82 കോടിയിൽ പരം രൂപയുടെ വർധനവുണ്ടായി. ടീം വർക്കിന്റെ വിജയമാണ് മണ്ഡലകാലത്തുണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇന്നും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ വർധനവ് രേഖപ്പെടുത്തിയ മണ്ഡലകാലമാണ് കഴിഞ്ഞത്. 22,42,447 തീർത്ഥാടകരാണ് കഴിഞ്ഞ വർഷം വന്നെങ്കിൽ ഇത്തവണ അത് 32,49,756 വർദ്ധിച്ചു. 4,07,309 ഭക്തർ ഇത്തവണ കൂടുതലായി സന്നിധാനത്തെത്തി. ഇത് വരുമാനത്തിലും പ്രതിഫലിച്ചു. 214,82,87,898 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം 41 ദിവസത്തെ വരുമാനം. ഇത്തവണ 297 കോടി 6,67,679 കോടി രൂപയായി വർദ്ധിച്ചു. വരുമാനത്തിൽ 82 കോടി 23,79,781 കോടി രൂപയുടെ വർധനവ്. വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വർധനവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് 82 കോടി രൂപയുടെ വരുമാനമാണ് 82 കോടി രൂപയുടെ വരുമാനമാണ് അധികമായി വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ വരുമാനം, ആകെ വരുമാനം എന്ന് പറയുന്നത് 41 ദിവസത്തെ വരുമാനമാണ് ഞാൻ പറയുന്നത്. മണ്ഡലകാലത്തെ വരുമാനമാണ് ഞാൻ പറയുന്നത്. 297 കോടി 6,67,679. കഴിഞ്ഞ പ്രാവശ്യം അത് 214 കോടി 82,87,898. 82 കോടി 23,79,781 രൂപയുടെ വരുമാന വർധനവ്. അപ്പം അരവണ വിൽപ്പനയിൽ 22 കോടിയിലധികവും കാണിക്ക ഇനത്തിൽ 13 കോടിയും അധികമായി ലഭിച്ചു. സന്നിധാനത്ത് ഇന്നും തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. 18-ാം പടി കയറാനുള്ളവരുടെ നിര മരക്കൂട്ടം വരെ നീണ്ടു. വാരാന്ത്യമായതിനാൽ വരുന്ന 2 ദിവസം ഭക്തജന തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴാഴ്ച 96,754 പേരാണ് ദർശനം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.